അപ്പൊ മോനും മക്കളും പോയ ഉമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളു. എന്താടേന്നാ ഫ്ലാറ്റ് എടുക്കുന്ന കാര്യം ബായി? നീ എത്ര കാലമായിട്ട് നിങ്ങൾ പറയുന്നു ഫ്ലാറ്റ് എടുക്കാൻ? നിങ്ങളെ ജോലി സ്ഥലത്ത് ഫ്ലാറ്റ് എടുത്താൽ നമുക്ക് എന്ത് സൗകര്യം? ടൗണിലോട്ട് മാറിയാ. ഇതാണെങ്കിൽ പട്ടിക്കാട്, ഒരു സൗകര്യം. വീട്ടിനകത്താണെങ്കിൽ ഒരു സൗകര്യവും ഇല്ല. എന്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഞാൻ പറഞ്ഞു മടുത്ത്. നിങ്ങൾ ഫ്ലാറ്റ് എടുത്ത് എന്തുവാ ഈ ഫ്ലാറ്റിന്റെ കാര്യം? എനിക്കത് അറിഞ്ഞാ മതി. ലക്ഷങ്ങൾ വേണം ഫ്ലാറ്റ് എടുക്കാൻ. അത് നടക്കാത്ത എന്ത്? നിങ്ങളൊരു കാര്യം ചെയ്യ്, നീ ലോൺ എടുക്കൂ. ലോൺ എടുത്ത് ആരടയ്ക്കും? എങ്ങനെയെങ്കിലും അടയ്ക്കണം. ഞാനൊരു കാര്യം പറയാം. നിന്റെ സ്വർണ്ണം ഉണ്ടല്ലേ, അതിനെട്. നമുക്ക് അതുകൊണ്ട് വിറ്റിട്ട് ഫ്ലാറ്റ് എടുക്കാം. എന്റെ സ്വർണ്ണത്തിൽ നിങ്ങൾ മോഹിക്കണ്ട. എന്റെ സ്വർണം വിറ്റൊന്നും നിങ്ങൾ ഫ്ലാറ്റും എടുക്കണ്ട. അതൊക്കെ എനിക്കുള്ള സമ്പാദ്യമാണ്. ദിവസം സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുക. ഞാനൊരു ഐഡിയ പറയാം. എന്താ ഐഡിയ? അത് നിങ്ങൾ ചെയ്യൂ. നിങ്ങൾ കൂടെ എന്നാ മതി. ഈ വീടും വസ്തു ഉണ്ടല്ലോ, എന്തായാലും ഇത് നിങ്ങൾക്കുള്ളതാണ്. വേറെ ഒരു മക്കളും ഇല്ല കൊണ്ടുപോയി. നമുക്കിതങ്ങ് വിൽക്കാം. അതിനൊന്നും ഉമ്മ സമ്മതിക്കത്തില്ല. ഉമ്മയുടെ മരണം വരെ ഈ വീട്ടിൽ കിടക്കണമെന്ന് ഉമ്മയുടെ ആഗ്രഹം. ഓ, അങ്ങനെ ഒരു ആഗ്രഹം വെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. ഞാൻ വേറൊരു ഐഡിയ പറയാം. ഇത് നമുക്ക് ഉമ്മയെ കൊണ്ടങ്ങ് ലോൺ വെപ്പിച്ചാലോ? ഒരു ഐഡിയ, ഒരു പൈസയും കിട്ടും. അപ്പൊ അത് കൊണ്ടുപോയി നമുക്ക് ഫ്ലാറ്റ് എടുക്കാം. ഇത് ലോൺ വെക്കാനാ? ആരടയ്ക്കും? എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ലോൺ അടച്ചോണ്ടിരിക്കണോ? അതിന് ലോൺ അടയ്ക്കണമെന്ന് ആരും പറഞ്ഞു? എന്തായാലും 8-10 വർഷം അതങ്ങ് കൊണ്ടുപോകും. പിന്നെ അപ്പോഴും നമുക്ക് കിട്ടുന്ന എമൗണ്ട് വിൽക്കുകയും ചെയ്യാം. അതും ഒരു അടിപൊളി ഐഡിയ അല്ലേ? ഇപ്പൊ നമ്മുടെ കാര്യവും നടക്കും. അത് നല്ലൊരു ഐഡിയ ആണ്. ഉമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാം. നമ്മളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഉമ്മ ലോണല്ലേ, വിൽക്കാനൊന്നും പറയുന്നില്ലല്ലോ. എന്തായാലും ഉമ്മ ഫ്ലാറ്റിലോട്ട് വരുത്തുമില്ല. എനിക്ക് ഉമ്മയെ ഫ്ലാറ്റിലോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യമില്ല. എനിക്ക് പണ്ടേ ഇല്ല നിങ്ങൾ ഉമ്മയെ ഫ്ലാറ്റിലോട്ടൊന്നും കെട്ടി എഴുന്നള്ളിച്ചോട്ട് പോവാൻ. പിന്നെ എനിക്ക് എന്തായാലും ഇവിടുന്ന് മാറണം. അതേ എന്റെ ഉദ്ദേശമുള്ളൂ. നടക്കും നിങ്ങളെ കൊണ്ട്. അതുകൊണ്ട് ലോൺ വെപ്പിക്കുന്ന പരിപാടിയായി. ബാക്കി ഞാൻ ഏറ്റ്. അതിനുള്ള ഐഡിയ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്തായാലും ഫ്ലാറ്റ് നോക്ക്. ഒരാഴ്ച കൊണ്ട് ഫ്ലാറ്റ് കിട്ടും. എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. എത്ര ലക്ഷം രൂപ ആവും? 1 കോടി. പകുതി കൊടുത്ത കുറച്ച് പൈസക്ക് എന്റെ സ്വർണ്ണം തരാം. ബാക്കി കുറച്ച് പൈസ നമുക്ക് EMI ഇടാം. പറ്റൂലേ? പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാനുള്ളതേ, ഒരിക്കലും ഉമ്മ അറിയരുത് നമ്മൾ ഫ്ലാറ്റ് വാങ്ങുന്ന കാര്യം. പറയത്തില്ല. അതുകൊണ്ട് ആര് സമ്മതിപ്പിക്കും? എന്ത് പറഞ്ഞ് സമ്മതിപ്പിക്കും? നിങ്ങളുടെ എന്തെങ്കിലും ബിസിനസ് ആവശ്യം പറഞ്ഞ് ഐഡിയ ഒക്കെ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ. ഞാൻ കട്ടക്ക് വയ്ക്കും. അവിടെ ബാക്കി വയ്ക്കുക. നമുക്ക് സംസാരിക്കാം. വാ, ഇന്ന് തന്നെ ഇതിൽ തീർച്ച വരുത്തണം. എന്തായാലും ഇതിന്ന് ഉറപ്പിക്കണം. എന്താ ചൂടാ. പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഇച്ചിരി കാറ്റോ വെട്ടോ കിട്ടുമെന്ന് വിചാരിച്ച് ഇറങ്ങിയിരുന്ന അതും കിട്ടത്തില്ല. നീ വന്നോനെ? ആഹാരം കഴിച്ചിട്ട് തന്നെ വന്നിരിക്കുന്ന? ഓ, ഞാൻ കഴിച്ചിട്ടൊക്കെ തന്നെ ഇരിക്കുന്ന. നീ വന്നിട്ട് വല്ലതും കഴിച്ചാ? ചെന്ന് എടുത്തോടൂണ്ണേ. ഞാൻ കഴിക്കാം അമ്മ. ഗുളിക കഴിക്കുന്നുണ്ടാ? ഓ, മരുന്നും ഗുളിയും എല്ലാം കഴിച്ച്. ഒരു കുഴപ്പമില്ല മോനെ. ഉമ്മായി നല്ല രീതിയിലാണ് നോക്കുന്ന. ചോദിച്ചു നോക്കൂ ഇല്ലേ? ഉമ്മയുടെ എല്ലാ കാര്യവും ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. കറക്റ്റ് സമയത്ത് ഗുളിക കൊടുക്കുന്നുണ്ട്, മരുന്ന് കൊടുക്കുന്നുണ്ട്. ചോദിച്ചു നോക്ക്. അവൾ എന്റെ കാര്യം എല്ലാം നോക്കിക്കോളൂ. ഒരു കുഴപ്പവും ഇല്ല. എന്നിട്ടാ എപ്പോഴും ഇതേ ഉള്ളു ചോദ്യം. ഉമ്മാക്ക് കൊടുത്തോ, ആഹാരം കൊടുത്തോ, മരുന്ന് കൊടുത്തോ? ഇത് തന്നെ അവിടെ ഇന്നാലും ചോദ്യം. ഉമ്മാക്ക് അറിഞ്ഞൂടെ? ആശുപത്രിയിൽ നിന്ന് എന്നാ പോകുന്നത്? പോകുന്ന സമയം പറയണേ. അതൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയിക്കോളാം. പറഞ്ഞു തന്നിട്ടല്ലേ നമ്മൾ പോകുന്നല്ലേ? ചെറിയൊരു പ്രശ്നം. എന്റെ ജോലിയും കാര്യം ഒന്നും നടക്കത്തില്ലമ്മ. ഈ കിട്ടുന്ന വരുമാനം കൊണ്ട് 2 അറ്റം കൂട്ടിപ്പിടിക്കുന്ന പാട് എനിക്കറിയാം. നല്ല ബുദ്ധിമുട്ടമ്മ. പിന്നെ കുറെ കടവും കാര്യങ്ങളും എല്ലാം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഞാൻ.
നിനക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടാ? എന്നിട്ട് നീ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ അടുത്ത്. അല്ലാ, നിന്റെ മോ ഇത്രയും കഷ്ടപ്പെടുവായിരുന്നോ? ഞാൻ ഇതൊന്നും അറിയത്തില്ലല്ലേടാ. ഞാനിതെങ്ങനെ അറിയാൻ? നീ എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടുണ്ടാ? ആണമ്മ, എപ്പോ വിളിച്ചാലും എൻ്റെ അടുത്ത് ഇതൊക്കെ പറയാറുണ്ട്. പിന്നെ കുറെ കാര്യമൊന്നും ഉമ്മ അടുത്ത് പറയണ്ടെന്ന് പറയും. ഉമ്മയെ വിഷമിപ്പിക്കണ്ടെന്നും പറഞ്ഞ. നല്ല ബുദ്ധിമുട്ടാണമ്മ. പിന്നെ കുറെ കടവും ബാധ്യതയും എല്ലാം ഉണ്ട്. ഉമ്മ വിഷമിക്കുമെന്ന് പറഞ്ഞ് മോൻ എല്ലാം മറച്ചു വെക്കുന്ന. ഉമ്മായി അറിയണ്ടേ? എന്താ ചെയ്യും? എന്റെ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നൊരു ബിസിനസ് തുടങ്ങുന്നു. ചെറിയൊരു ബിസിനസ്സാ. അപ്പോഴും ഞാൻ ബിസിനസ്സാ? അപ്പൊ പിന്നെ മോന്റെ ജോലിയാ? ജോലിയുണ്ട്, അതൊന്നും ഞാൻ കളയത്തില്ലമ്മ. ജോലിയുണ്ട്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി നടത്തണ്ട, അതെല്ലാം അവരുണ്ട്, അവര് നോക്കി നടത്തും. എനിക്ക് ജോലിക്ക് പോയിക്കോളാം അമ്മ. ഇടയ്ക്കൊക്കെ ഞാൻ വന്ന് നോക്കിയാൽ മതിയല്ലേ. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് പൈസ ഇട്ട് കൊടുക്കണം അതിന്റെ പങ്കാളിയാവാൻ. എന്നാലേ ആ ബിസിനസിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം എനിക്ക് അവർ തരൂ. അപ്പൊ നീയല്ലേ പറഞ്ഞ പൈസ ഒന്നും ഇല്ലെന്ന്? പിന്നെ നമ്മള് പൈസ എവിടുന്ന് കൊടുക്കും മോനെ? മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, ചെലവും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് പോണ്ടേ. പിള്ളേരൊക്കെ വളർന്ന് വരുമല്ലേ അമ്മ. നമ്മളിപ്പോ പറയുന്ന കണക്കുള്ള ചെലവൊന്നും അല്ല. ഫീസൊക്കെ തന്നെയായാലും എന്തുമാത്രം ഫീസാ. നല്ല ചെലവല്ലേ. പിന്നെ പിള്ളേർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അത് ഒന്നും നടക്കത്തില്ല. അപ്പൊ ഇക്ക പറയുന്നത് നല്ലൊരു ഐഡിയ എനിക്ക് തോന്നുന്നു. അപ്പൊ അതിൽ നിന്നൊരു വരുമാനം ആകുമ്പം നമ്മളെ കുറെ കാര്യങ്ങളും നടക്കത്തില്ലേ. അതെന്താന്ന് പറഞ്ഞാ ഇക്ക എന്നോട് പറഞ്ഞ്. പക്ഷെ അത് ഉമ്മയുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം എന്തും ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഉമ്മയ്ക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ ചെയ്യാം. പറയിക്ക എന്താന്ന് ഉമ്മ അറിയിട്ട്. ഇപ്പൊ ഇത്രയും വലിച്ചു നീട്ടണ്ടല്ലോ. അമ്മ, നമുക്ക് ഈ വീടും വസ്തുവും ലോൺ വെക്കാം. ലോൺ വെച്ചാൽ കുറച്ച് പൈസ കിട്ടിയ. അത് വേണ്ട. അയ്യോ, ബാങ്കുകാർക്കൊന്നും കൊണ്ടുവച്ച് കൊടുക്കല്ലേ. എത്രയോ കുടുംബങ്ങളാ ലോൺ വെച്ചിട്ടില്ലാതായത്. അതൊന്നും വേണ്ട മോനെ, അതൊന്നും വേണ്ട. വലിയ തുകയ്ക്കൊന്നും വെക്കണ്ടമ്മ. ഇക്ക് പറയുന്ന കണക്ക് ഒരു ചെറിയ തുകയ്ക്ക് വെച്ചു കൊടുത്താലേ, ഇക്ക പറഞ്ഞെന്ന് പറഞ്ഞാ 10-25 രൂപ എന്തായാലും കിട്ടും. ഒരു 10 രൂപ എടുത്ത് ലോൺ അടച്ചാലും ബാക്കി 15 രൂപ നമ്മളെ മിച്ചം കാണത്തില്ലേ. ബാക്കി കാര്യങ്ങളെല്ലാം നടക്കും. ഇക്കാടെ കുറെ ബാധ്യതകൾ തീരും. ഒരു 5-6 വർഷം കൊണ്ട് നമുക്ക് ഈ വീട് വസ്തു ഞെടിക്കുകയും ചെയ്യും. ഇല്ലേക്കാ, എന്തായാലും ഇക്കായ്ക്കുള്ള ആകപ്പാടുള്ള സമ്പാദ്യം ഇത്. ആ ബോധ്യം ഇക്കായ്ക്ക് നല്ല പോലെ ഉണ്ട്. കൃത്യമായിട്ട് നമുക്ക് ലോൺ അടച്ചെടുക്കാം അമ്മ. എനിക്ക് തോന്നുന്നു നല്ലൊരു ഐഡിയ ആയിരിക്കും. പിന്നെ ഇക്കായ്ക്ക് വിശ്വാസമുള്ളവരാ. അവരൊക്കെ നല്ല സാമ്പത്തികമുള്ളവരാ. അവരൊന്നും ആ ബിസിനസ് കൊണ്ട് കളയത്തുമില്ല. ഒരു പാർട്ട്ണറാക്കുക എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ ജോലിയുള്ളതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇതാകുമ്പോ സൈഡിലൂടെ അത് നടക്കുകയും ചെയ്യും. എല്ലാരും അങ്ങനെയൊക്കെ തന്നെ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു ഉമ്മായിക്ക് സമ്മതമാണെങ്കിൽ മാത്രം ചെയ്താൽ മതിയെന്ന്. 25 അല്ല, ബിസിനസ് നന്നായ അതിൽ കൂടുതൽ കിട്ടും. ജീവിതത്തിൽ ഒരു മാറ്റമൊക്കെ വേണ്ടേ അമ്മ? ഞാനും വിചാരിച്ച് ആ പറഞ്ഞതും നല്ലൊരു ഐഡിയ അല്ലേ. ഞാനാണെങ്കിൽ വീട്ടിൽ ചോദിക്കാന്ന് പറഞ്ഞ. അപ്പൊ ഇക്ക അറിയുന്നു അതൊരു നാണക്കേടല്ലേ എന്റെ വീട്ടുകാരെ നിന്നൊക്കെ പൈസ വാങ്ങിക്കാന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ വീടങ്ങണം ലോൺ വെക്കാനെന്ന് പറയാം. നല്ലൊരു കാര്യല്ലേ. ഉമ്മായിക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നാണക്കേട്. നിന്റെ വീട്ടിൽ നിന്നൊന്നും വാങ്ങിക്കണ്ട. അയ്യോ, അതൊന്നും വേണ്ട. എന്റെ മോനും നാണക്കേടാ, നമ്മളെ കുടുംബത്തിനും നാണക്കേടാ. അങ്ങനെയൊക്കെ കിട്ടും. ലോണൊക്കെ അടയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാ ചെയ്. ഉമ്മ എന്താ ചെയ്യണം അതിന്? ഉമ്മ പ്രമാണം എടുത്ത് തന്നാ മതി. പിന്നെ ബാങ്കിൽ വന്ന് 1-2 സ്ഥലത്ത് ഒപ്പിട്ടും കൂടെ തന്നാ മതി. അത് ഉമ്മ എടുത്ത് വെച്ചേക്കോ, ഉമ്മയുടെ പെട്ടിയിലുണ്ട്.
നീ അങ്ങോട്ട് ചെല്ല്. മോളെ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വിടാവന്. ചെല്ല്. എങ്കിൽ വാ കഴിക്കാൻ തരാം. വാ. ഞാൻ അങ്ങോട്ട് വരട്ടെ. ഞാൻ പോയി അതൊന്ന് എടുത്ത് നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ പറയട്ടെ വിധം പറഞ്ഞാ നടക്കുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു പോയി സമ്മതിച്ചിരിക്കുന്നത്. എന്റെ കൊച്ചിന് ഇത്രയും ബന്ധപ്പാടുണ്ടായിരുന്നു. അവ ഇതുവരെ എന്നെ ഒന്നും അറിയിച്ചിട്ടുമില്ല. നല്ല ജോലിയല്ലേ എന്ന് വിചാരിക്കും ഞാൻ. എന്താ വരട്ടെ. എന്തായാലും അവനിക്കുള്ളതല്ലേ. ചെറുക്കം പറഞ്ഞ കണക്ക് അവനിക്കുള്ളത്. അവൻ എന്തായാലും അത് നശിപ്പിച്ച് കളയത്തില്ല. വെച്ചു കൊടുക്കാം. അവന്റെ ആവശ്യം കണക്ക് വെച്ചു കൊടുക്കാം. ആധാർ എടുത്താ? ID കാർഡൊക്കെ എടുത്താ? എന്റെ എല്ലാം എടുത്തിട്ടുണ്ടല്ലേ? ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടല്ലേ? ഉണ്ട് എല്ലാം ഉണ്ട്. ആധാറും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഉമ്മ അടുത്തപ്പോ നമ്മൾ എന്താ പറഞ്ഞിട്ട് പോവും? ഉമ്മാടുത്തെ ഇക്കാടെ കൂട്ടുകാരന്റെ മോന്റെ ബർത്ത്ഡേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്നാവും. ഓ ശരി. എങ്ക വേഗം റെഡിയായി വാ, ഞാൻ പുറത്തോട്ട് ഇരിക്കാം. ഓ ഇതാ ഇപ്പൊ വരുന്നു. ഇപ്പൊ വരാം. മുടി ഒന്ന് സെറ്റ് ചെയ്താ വരാം. ഇറങ്ങിക്കോ പുറത്തില്ലേ. നോക്കിയോളെ നല്ല ഷീറ്റുകളില്ല. അവിടെ ഒരു ചെറുക്കം കൊണ്ടുവന്ന് വിൽക്കുന്നത്. ഞാൻ അതും കണ്ടോണ്ടിരിക്കുക. അമ്മ എന്തോനെ? എനിക്ക് ആഴ്ചയിലുള്ള വരലും പോക്കൊന്നും നടക്കത്തില്ല അമ്മ. അതിന് അധിക ദൂരമൊന്നും ഇല്ലല്ലേ മോനെ. ഒന്ന് വന്നിട്ട് പൊയ്ക്കൂടെ എനിക്ക് ആഴ്ച? എനിക്കവിടെ എന്നും ജോലിയുണ്ട്. എനിക്കാണെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ആഹാരം ഉണ്ടാക്കലും കഴിയും. എനിക്കെന്ന് പറയുമ്പോൾ ഇപ്പൊ അടുത്തെന്ന് പറഞ്ഞാൽ തലവേദന എന്ന് പറഞ്ഞാൽ കൂടുതലാ. എന്റെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ഈ ഇടയ്ക്ക് ഫുഡ് എങ്ങാണ്ട് കഴിച്ചിട്ട് ഫുഡ് ഇൻഫെക്ഷൻ ആയെന്നൊക്കെ പറയുന്ന കേട്ടോ. ഈ ഹോട്ടലിൽ നിന്നൊക്കെ തന്നെ ഉണ്ടാക്കാലൊന്നും നടക്കത്തില്ലെന്ന്. അമ്മ പിന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ച്. ഞാൻ എവളെയും മക്കളെയും കൊണ്ട് എന്റെ ജോലി സ്ഥലത്ത് പോകാൻ തീരുമാനിച്ചു. അതിനിപ്പോ എന്താ ചെയ്യും മോനെ? നിനക്കിപ്പോ താമസിക്കുന്നിടത്ത് അതിനുള്ള സൗകര്യമൊന്നും ഇല്ലല്ലേ? ഉണ്ടോ? ഞാനവിടെ ഒരു ഫ്ലാറ്റ് എടുത്തോ? പിന്നെ ഒറ്റയ്ക്ക് അവിടെ കിടന്നാൽ ഞാൻ എന്ത് ചെയ്യും ഉമ്മ? അപ്പൊ മോനും മക്കളും പോയ ഉമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളു. അമ്മായും വേണമെങ്കിൽ ഉമ്മായും വന്നോ. അതിന് ഉമ്മായെ കൊണ്ട് എങ്ങനെയാ ഈ വീട് ഇട്ടിട്ട് ഉമ്മായ്ക്ക് എങ്ങനെ വരാൻ പറ്റൂക്ക? ഉമ്മ പിന്നെ ഈ വീടുമായിട്ടൊക്കെ അങ്ങ് പൊരുത്തപ്പെട്ടതാ അല്ലേ ഉമ്മ? ഉമ്മായ്ക്ക് ഇവിടെ കിടന്നാലേ ഉറക്കം തന്നെ വരും. പിന്നെ അത് മാത്രമോ, ഫ്ലാറ്റിൽ എത്ര റൂമുണ്ട്? ഒരു റൂം അങ്ങണ്ടല്ലേ ഉള്ളത്. അപ്പൊ ഉമ്മായ്ക്ക് വന്നാൽ ഭയങ്കര സൗകര്യമൊന്നും കാണത്തില്ല. തൽക്കാലം ഉമ്മ ഇവിടെ നിൽക്കല്ലേ. നബീസാത്ത വരുമല്ലേ കൂട്ടുകിടക്കാൻ. സൗകര്യം ഇല്ലെങ്കിൽ വേണ്ട, അതൊന്നും വേണ്ട മോനെ. ഉമ്മ അപ്പുറത്തുനിന്ന് നബീസായെ വിളിച്ച് കിടത്തിക്കോളാം. ഉമ്മാക്ക് ഈ വീട് തന്നെ സ്വർഗം. ഉമ്മയുടെ മരണം വരെ ഇവിടെ കിടക്കണമെന്ന് ഉമ്മയുടെ ആഗ്രഹം. മക്കളുടെ സൗകര്യം എന്താന്ന് വെച്ചാൽ അത് ചെയ്തോ. അതിലൊന്നും ഉമ്മായിക്കൊന്നുമില്ല. അപ്പൊ എന്നാക്കാ നമ്മളങ്ങോട്ട് മാറുന്നേ? ഞായറാഴ്ച അല്ലേ അമ്മ? അങ്ങോട്ട് ഞായറാഴ്ച മാറുന്നു. അപ്പൊ പിന്നെ നാളെ ഞങ്ങളങ്ങ് പോവും. അങ്ങനെ എൻ്റെ പറഞ്ഞ അങ്ങനെ തന്നെ. പക്ഷെ അവിടെ സുഖം പിടിച്ചങ്ങ് നിൽക്കരുത്. ഉമ്മായി കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരണേ. മക്കളെയും കൊണ്ട് വരണേ. ഞായറാഴ്ച ഫ്ലാറ്റിലോട്ട് താമസമാവും. പിന്നെ നാളെ ഇവിടെ നിന്ന് പോകും. ഞായറാഴ്ച? അതിനിപ്പോഴേ പോന്നെ എന്തിനു മോനെ? അവിടെ പോയി എല്ലാം ഒന്ന് അടുക്കി പറക്കി റെഡിയാക്കി വൃത്തിയാക്കി എടുക്കണം. ഒന്നും ഇല്ലല്ലേ അമ്മ. എല്ലാം ഒന്ന് വാങ്ങി ഇടിയൊക്കെ വേണം. അവിടെ ഇക്കാടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് 2 ദിവസം നിൽക്കാന്നാ വിചാരിച്ച. എന്നിട്ട് പയ്യെ കൊണ്ട് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നാൽ മതി ഉമ്മായി കാണാൻ. മക്കള് പോയി താമസിക്കുക. വാടക ഫ്ലാറ്റ് അല്ലേ, അതൊന്നും ഉമ്മായിക്ക് കാണണമെന്നൊന്നുമില്ല. അല്ലെങ്കിലും ഉമ്മായിക്ക് അത്രയും നിലയൊന്നും കയറാനൊന്നും വയ്യ. കാലൊന്നും വയ്യാത്തല്ലേ. കുറച്ച് ഫർണിച്ചർ എന്തെങ്കിലും ഒന്ന് വാങ്ങിയിടണം. ഒന്ന് നോക്കണം. ഞാൻ ഇതുവരെ പോയി കണ്ടതും ഇല്ലല്ലേ. അപ്പൊ ഒന്ന് മാറാനാണ് ഉദ്ദേശം. ആരോഗ്യം നോക്ക്. അവളുള്ളപ്പോ വല്ലതും വേവിച്ചേരിയ കാര്യം. കുഞ്ഞുങ്ങളെ സ്കൂളൊക്കെ ആക്കണ്ടേ? എല്ലാം നീ നോക്കിക്കോണേ മോളെ. നല്ലപോലെ കുഞ്ഞുങ്ങളെ നോക്കിക്കോണേ.
മുകളിലത്തെ നിലയിൽ നിന്നൊക്കെ കൊച്ചുങ്ങളെ അരികത്തോട്ടൊന്നും വിടാതെയൊക്കെ നോക്കിക്കോണം കേട്ടാ. അപ്പൊ നാളെ ഞങ്ങൾ ഇറങ്ങും അമ്മ. നീ പറഞ്ഞില്ല എന്നമ്മ പറയരുത്. ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് തുണികളൊക്കെ പറക്കിയിടാനുണ്ട്, ഒതുക്കി വയ്ക്കാനുണ്ട് അമ്മ. ഞാൻ പോയി ഇക്ക അങ്ങോട്ട് വാ. വാ ഇക്കയ്ക്കും എല്ലാം അല്ല വാ, നമുക്കെല്ലാം പറക്കി വയ്ക്കാം. പോട്ടെ അമ്മ, എടുത്തു വെക്കട്ടെ. എൻ്റെ കൊച്ചിന് ഒന്നേന്നെല്ലാം ഉണ്ടാക്കണം. പൈസ എല്ലാം കുടുംബശ്രീ കൊണ്ട് കിട്ടുമെങ്കിൽ വാങ്ങിച്ച് കൊടുക്കണം എനിക്ക്. ഇതും കൂടെ കൊടുക്കാം. കൊണ്ടുപോയി പണയം വെക്കി അടിക്കുക, എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. പൈസക്ക് ചിലവുള്ളതല്ലേ.